കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ് ഫിറോസിനെ കുറിച്ചും അതോടെ തന്നെ സജിന അതോടെ തന്നെ റസൂൽ പൂക്കുറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇത് സത്യമാണെന്നോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇതുവരെ രംഗത്ത് വന്നില്ലായിരുന്നു. ഫിറോസ് ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒടുവിലുണ്ടെങ്കിൽ സത്യം വെളിയിൽ വരുമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സജിൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ താനും ഇത് കണക്ക് റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള ബന്ധം കാരണമൊന്നും അല്ല ഞങ്ങൾ പിരിയാൻ കാരണമായത്, അത് വേറെ കാര്യമാണ്. ഞങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എടുത്തൊരു തീരുമാനം മാത്രമാണ്, അതല്ലാതെ വേറെ മൂന്നാമത്തെ ഒരാൾക്ക് ഇതിൽ ഒരു പങ്കും ഇല്ല. നിങ്ങളുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കി പറയേണ്ട ഒരു കാര്യവും ഇല്ല, ഞങ്ങൾക്കും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നേരത്തേക്ക് ഫിറോസിൻ്റെ ഓരോരോ കാര്യങ്ങളും ഓരോരോ പ്രവൃത്തിയും നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ പലവട്ടം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് എന്തുവരുന്നു എന്നുള്ളത് ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിന് മുമ്പ് ഉണ്ടെങ്കിൽ സജിന് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ഇത് കണക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് ഇഷ്ടമാണ്, 4 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ എന്തോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കണക്കുണ്ടെങ്കിൽ ഫിറോസ് ഉണ്ടെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നു. സോ ഇത് വെച്ചിട്ടാണ് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അതിനുണ്ടെങ്കിൽ സജിന് വന്നിട്ട് ആൾക്കാർ മനഃപൂർവ്വം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.